ചേട്ടാ, കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു. എന്റെ പൊന്നു ദിവ്യ, ഇപ്പൊ തന്നെ പറ്റത്ര രൂപയെന്ന് വല്ല പിടിയുണ്ടോ? ഞാൻ ഈ കട തുറന്നു വെച്ചിരിക്കുന്നത് കടം കൊടുക്കാൻ മാത്രമാണോ ദിവ്യ? ചേട്ടാ, എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. ഞാനൊരു ജോലി അന്വേഷിക്കുന്നുണ്ട്. ജോലി കിട്ടി ആദ്യത്തെ ശമ്പളം കിട്ടിയ ചേട്ടന് തരാനുള്ള മുഴുവൻ കാശും ഞാൻ തരാം. നിന്റെ അവസ്ഥ അറിയാവുന്നോണ്ട് ഇത്രയും നാളും നിന്നെ ഞാൻ സഹായിച്ചത്. വന്ന് ഇതിപ്പോ ഇപ്പൊ തന്നെ 10-12,000 രൂപ പറ്റായി. ഇനിയും നിനക്ക് പറ്റു തന്നാ ഞാൻ പ്രശ്നത്തിലാവും. ഞാൻ ഈ സാധനങ്ങളൊക്കെ കാശ് മുടക്കി വാങ്ങിക്കൊണ്ട് വരുന്നതല്ലേ. എന്റെ അവസ്ഥ കൂടി ദിവ്യ മനസ്സിലാക്കണം. ദയവേത് എന്നെ ഇനി ഉപദ്രവിക്കരുത്. തരാനുള്ള കാശ് ദിവ്യ തരണമെന്നില്ല. ഋതിക മേഡം, ഇനി കൂടുതലൊന്നും പറയണ്ട. ആ DNA റിപ്പോർട്ട് എവിടെ? ഞാൻ റിപ്പോർട്ട് തന്ന രാജു അച്ഛനോടെല്ലാം തുറന്നു പറയില്ലേ? പിന്നെ പറയാതെ. എന്നും ഇങ്ങനെ എല്ലാവരെയും പറ്റിച്ച് നുണകളുടെ മുകളിൽ നുണകൾ പറഞ്ഞ് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാനാ മാഡത്തിന്റെ ഉദ്ദേശം? ഞാനൊരു കാര്യം പറയാം. നല്ലൊരു ജീവിതമുണ്ട്. എന്നോട് തോന്നിയ അട്രാക്ഷൻ, ആ അട്രാക്ഷൻ കാരണം ഋതിക മാഡത്തിന്റെ ആ സ്വന്തം ജീവിതം തൊലച്ച് കളയരുത്. ദിശയില്ലാതെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു തോണിയ എന്റെ ജീവിതം. മാഡത്തിനെ പോലെ ഒരാൾ ജീവിക്കേണ്ടതേ എന്റെ കൂടെയൊന്നും അല്ല. പിന്നെ ഇവിടെ തന്നെയുണ്ട്. ഭദ്രമായി ഒരിടത്ത് ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് എവിടെ? ഞാൻ ഇവിടെ തന്നെയാ രാജു വെച്ചേ. അത്രയും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ഇങ്ങനെ കെയർലെസ് ആയിട്ട് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാൻ മാഡത്തിന് എങ്ങനെ തോന്നി? വഴക്ക് പറയാതെ രാജു, ഞാൻ നോക്കൂല്ലേ? പറയുന്ന കേട്ടാ തോന്നും കാണാതെ പോയ എന്തോ ഒന്ന് ഞാൻ നിർബന്ധിച്ച് തിരയിക്കാന്ന്. രാജു, ഹോസ്പിറ്റലിൽ പോയ ആ റിസൾട്ടിന്റെ ഒരു കോപ്പി എടുക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു കോപ്പി കിട്ടുമായിരുന്നെങ്കിൽ അത് ഞാൻ അന്നേ എടുക്കുമായിരുന്നില്ലേ മാഡം? DNA റിപ്പോർട്ട് ഞാൻ വച്ചെടുത്തില്ല രാജു. എന്താ മേഡം, എന്തു പറ്റി? ഞാനിവിടെ ഒരു കവർ വെച്ചിരുന്നു, അത് കാണാനില്ല. ഇലക്ഷൻ വർക്കുകൾ തുടങ്ങിയതിന് ശേഷം ഞാൻ ഈ മുറി ക്ലീൻ ചെയ്തിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ആവശ്യമില്ലാത്ത കുറച്ച് ഫയലുകളൊക്കെ ശേഖരൻ സാർ എനിക്ക് എടുത്തു തന്നിട്ട് കത്തിച്ചു കളയാൻ പറഞ്ഞു. എന്നിട്ട് ഞാനതെല്ലാം കത്തിച്ചു കളഞ്ഞു. ശരി രാജു, ഞാൻ വേണ്ട രാജു. രാജു പിണങ്ങിയെന്നാ തോന്നുന്നേ. എന്നാലും എന്തായിരിക്കും പ്രശ്നം? ദിവ്യ, ഐ എം സോറി. തെറ്റെന്റെ. ആ റിപ്പോർട്ട് ഞാനെടുത്ത് മാറ്റിവെക്കാൻ പാടില്ലായിരുന്നു. ഞാൻ കാരണം വലിയൊരു സത്യം പുറത്തു കൊണ്ടുവരാനുള്ള അവസരം നഷ്ടമായത്. അയ്യോ ഋതിക മാഡം, ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തുകയൊന്നും വേണ്ട. എന്റെ ജീവിതത്തില് അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കൂ. ഇങ്ങനെയൊക്കെ ഇതുവരെ സംഭവിച്ചിട്ടുള്ളൂ. അതെന്റെ വിധിയാ മാഡം.
സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ യോഗമില്ലാത്ത ചില മനുഷ്യരുണ്ടല്ലോ ഈ ഭൂമിയില്. ഞാനും അവരുടെ ലിസ്റ്റിലാണെന്നേ. ഋതിക മാഡത്തിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. മാഡം അതോർത്ത് വിഷമിക്കുകയും വേണ്ട. ഋതിക മാഡത്തിന് ഞാൻ പറയുന്നത് കേട്ടിട്ടും മനസ്സിനൊരു തൃപ്തിയായില്ലെന്ന് തോന്നുന്നു. ദേ, ഈ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ എന്നെ വിവാഹം കഴിച്ചോളാം, എന്നെ നന്നായി നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റിച്ചതിലും വലിയ തെറ്റൊന്നും ഋതിക മാഡം എന്നോട് ചെയ്തിട്ടില്ല. ദീപക്കാണ് എന്റെ കുഞ്ഞിന്റെ അച്ഛനെന്ന് എനിക്ക് ആരുടെ മുന്നിലും തെളിയിക്കാനും ആഗ്രഹമില്ല. ദിവ്യ എന്താ ഇങ്ങനെ പറയുന്നത്? അങ്ങനെ മറച്ചു വെക്കേണ്ട ഒരു കാര്യമാണോ ഇത്? ഞാൻ എത്ര ഉറക്കെ വിളിച്ചു പറഞ്ഞാലും എന്നെ പിന്താങ്ങി ആരൊക്കെ എന്റെ കൂടെ ഉണ്ടെങ്കിലും ഞാൻ പറയുന്നതൊന്നും ആ അമ്മയും മോനും ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. ഈ കുഞ്ഞ് അവന്റെ അല്ലെന്ന് അവൻ വാദിക്കും, അവസാനം ജയിക്കുകയും ചെയ്യും. ഇങ്ങനെ നിരാശയാകല്ലേ ദിവ്യ. ഇനി ഒരു പിഴവും സംഭവിക്കാതെ ദീപക്കിനെ കൊണ്ട് നമുക്ക് എല്ലാം സമ്മതിപ്പിക്കാനാകുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാഡം. ദിവ്യേ, നീ എന്താ ഇങ്ങനെ കോൺഫിഡന്റ് ഇല്ലാതെ സംസാരിക്കുന്ന? ഋതിക മാഡം പറയുന്നൊന്ന് മനസ്സിലാക്ക്. നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ മാഡം ഈ പറയുന്നത്?